ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊക്ക് വന്ന മുതലേ ഞങ്ങൾ പോണം എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു മൈസൂർ പോയതാണ്. അപ്പോൾ മോന് കുറേ ആയി പറയണ സൂ കാണണമെന്ന്. അങ്ങനെ ആ പോണ ദിവസമാണ് ഇന്ന്. ഞങ്ങളിതാ മാറ്റി ഒരുങ്ങാണ്. സമയം എന്ന് വെച്ചാൽ ഇപ്പം 4:15 കേട്ടോ. ഒരു 3:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എണീച്ചിട്ടുണ്ട്. എല്ലാവർക്കും മാറ്റി ഒരുങ്ങാൻ നല്ല സമയമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അത്യാവശ്യ സമയം വേണ്ടവരാണ്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടാ. പിന്നെ വെച്ചാൽ ഈ കിൽപ്പാന്തര സാധനങ്ങളൊക്കെ എടുക്കാണ്ട്, അതുപോലെ വാച്ച് കെട്ടുക, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമായിട്ടേ ഉള്ളൂ. പിന്നെ വാവനെ എടുത്തിട്ടില്ല, വാവനെ മാറ്റി കൊടുത്തിട്ടില്ല. അപ്പം മോൻ എണീക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് രാവിലെ എണീക്കുന്നതുകൊണ്ട് നമ്മൾ എണീക്കണം മോൻ എണീക്കണം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ആവുകയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ നമുക്കിങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ത്രില്ലാണെന്ന്. വീടിനോട് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പുരേന്ന് ഇറങ്ങി. പിന്നെ അബുഖാൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൻ്റെ ഫാമിലി ഇല്ല, ഫ്രണ്ട് മാത്രം. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സൂ, അതുപോലെ പാലസ്, അതുപോലെ പോണ വഴി ഗുണ്ടിൽപേട്ട സൂര്യകാന്തി മല്ലികയൊക്കെ വിരിഞ്ഞിരിക്കുന്ന സമയമല്ലേ, അതും കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാ. അങ്ങനെ ഒരു വെളിച്ചമൊക്കെ വരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ച് ചായ കുടിച്ചിട്ട് പോവാച്ച്. നല്ല വിശക്കുണ്ട്, രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ വിശക്കുണ്ടായിരുന്നു. ബീഫുണ്ട്, ചെറുനാരുണ്ട്, ബാജി കറി വേണല്ലോ, പത്തിരി മാത്രം. ബീഫ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ കടിയൊക്കെ വാങ്ങി ചായക്കുള്ള വെയിറ്റിംഗ് ആട്ടാ. പിന്നെ പൊരിച്ച പത്തിരി ആയിരുന്നു. അപ്പോൾ എല്ലാവരും പൊരിച്ച പത്തിരി മേടിച്ചു. ഞങ്ങൾക്ക് ബീഫും രണ്ടാൾ ലിവർ വാങ്ങിയിട്ട്, ആപ്പുക്കും ഫൈസലാക്കും ലിവറും മേടിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ലിവർ കഴിക്കൂല. അങ്ങനെ ഇതിന് കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ പൊരിച്ച പത്തിരി ചായക്ക് കൂട്ടി തിന്നാനും നല്ല രസമല്ലേ. അപ്പം അടിപൊളിയൊക്കെ ആയിരുന്നു, ടേസ്റ്റെല്ലാം ഉണ്ട്. അങ്ങനെ ചൂടൊന്നും, ബീഫൊക്കെ ചൂടോടായിരുന്നു, പത്തിരിക്ക് അത്ര ചൂടൊന്നും ഇല്ലായിരുന്നു, എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ലിവർ പാർട്സൊക്കെ ഭയങ്കര ഇഷ്ടമേ അല്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിത് ലിവർ ചോദിക്കട്ടെ. ആ പാത്രത്തിൽ തന്നെ ചൂടാക്കിയെന്ന് ആർക്കറിയാം. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇനി നേരെ ഗുണ്ടൽപേട്ട പിടിക്കണം. അപ്പം മഴച്ചാറിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നല്ല മഴയാണോന്ന് അറിയില്ല. ആകാശത്തിൽ നല്ല കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. പിന്നെ കാടെത്തി. അപ്പം അപ്പുറം ഇപ്പുറമൊക്കെ ഞങ്ങൾ നോക്കി. ഒരു ഭാഗ്യത്തിന് ഒരു ആനേനെയോ കുതിരേനെയോ ഒരു കുന്തവും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. കുറച്ച് മാനുകളുണ്ട്, വേറെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. അല്ലെങ്കിൽ എപ്പോഴും വരുമ്പോൾ ആനനെയൊക്കെ കാണലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആനേനെയും കണ്ടില്ല. ആനേനെ കാണരുതേ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച്. ഇപ്പോൾ ഫുള്ള് ആന അറ്റാക്ക്, എലിഫൻറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോസിൽ നമ്മളിങ്ങനെ കാണുന്നില്ലേ, അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, റബ്ബേ ആനേനെയും ഒന്നും കാണരുതേ എന്നിട്ടാ. അങ്ങനെ പിന്നെ മക്കൾസ് രണ്ടാളും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിക്കാണ്, എന്തെങ്കിലും ഒന്ന് കാണാൻ നോക്കിയിട്ട്. ഞങ്ങൾ എന്തായാലും ഭാഗ്യത്തിന് കുറച്ച് മാനിനെ കണ്ടു, വേറെ ഒരു കുന്തവും കണ്ടില്ല. അല്ല അതിൻ്റെ അപ്പുറത്തെന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയ ഫുള്ള് പിരിവാട്ടോ. ഈ കർണാടകക്കാർ ഭയങ്കര പിരിവ് വാങ്ങലാട്ടോ. എന്തോരം പൈസ നമ്മൾ ഓർക്കേണ്ട കൊടുക്കേണ്ടത്, അതിനായിട്ട് കുറച്ച് പൈസ നമ്മൾ കണക്കാക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ കാറിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ വെച്ചാൽ മോനക്ക് കഫ്കെട്ടൊന്നും മാറിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം കഫ്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോവാതെ പറ്റില്ല, ആപ്പുക്ക് പോവാനായില്ലേ. ഫുള്ള് ചളിയല്ലേ ഇവിടെയൊക്കെ.
ഒരാൾക്ക് എത്ര? അങ്ങനെ ഇതാ ഞങ്ങൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടാ. അപ്പോൾ ഇതാ നല്ല സൂര്യകാന്തിയൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ട്. കുറേ വാടി പോയിട്ടുണ്ട്. പിന്നെ ഇത് സീസൺ കഴിയാനായും തോന്നുന്നുണ്ട്. പിന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ചളി പിളി പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചളിയാട്ടോ. പിന്നെ നമ്മളെ കാല് കയ്യിലേക്ക് ആണ്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ അപ്പുക്കും വന്നില്ല, ഫൈസലാക്കും വന്നില്ല. അതുപോലെ ടുട്ട് വന്നിട്ട് വേഗം തിരിച്ചു പോയിട്ടാ. പിന്നെ ഞാനും കുക്കും കൂടെ കുറച്ച് മുമ്പോട്ട് പോയി. പിന്നെ എന്താ പറയുക, ഷൂ ഒക്കെ അങ്ങ് താണു പോകുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറേ അങ്ങോട്ടൊന്നും പോയില്ല. ജസ്റ്റ് അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടോ, ഫോട്ടോസൊക്കെ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയോ ഫോട്ടോസ് എടുക്കണം, പിന്നെ എന്താ പറയുക, നല്ല എന്തൊക്കെയോ സെറ്റാക്കിയിട്ട് വന്നതൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ വെള്ളത്തിലായി. ഞാനും അപ്പുക്കും കൂടെ നല്ലൊരു സോങ്ങൊക്കെ എന്താ പറയുക, ഷോർട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പോലെയൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാട്ടോ. ഒന്നും നടന്നില്ല. അങ്ങനെയാണല്ലോ, നമ്മൾ കുറേ ആഗ്രഹിക്കുമ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടേക്കത് കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് റോഡുമ്പോൾ കൂടെയൊക്കെ നടന്നു കേട്ടോ. നടന്നൊന്ന് സെറ്റാക്കി അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഇപ്പം നേരെ മൈസൂർ പിടിക്കണം. പിന്നെ ആദ്യം സൂവിൽ പോകണം എന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു പാലസ് പോവാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. മാവ കരയണൊക്കെ ഉണ്ട്. അപ്പം അടുത്ത എന്താ പറയുക, പാലസത്തെ വീഡിയോയും സൂത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ടാച്ചിട്ട് ഒരുപാട് ടൈമിംഗ് ആക്കണ്ടാച്ചിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ ബൈ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.